ദേഷ്യം ഉണ്ടല്ലോ, തീർന്നിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഇരുന്നിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ അതിരുന്നാൽ അത് അങ്ങനെ ഇരുന്നുകൊണ്ടേ ഇരിക്കും. എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്കേ അറിയുള്ളൂ. പക്ഷേങ്കിൽ എനിക്കുണ്ടായ വിഷമത്തെക്കാൾ 100 ഇരട്ടിയായിരിക്കും ദൈവം അവർക്ക് കൊടുക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ ഇന്ന് വരെ ഒരാളെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. പിന്നെ ഇനിയോട്ട് ദ്രോഹിക്കുകയില്ല കേട്ടോ, ഞാൻ ആരെയും ദ്രോഹിക്കില്ല. പക്ഷെ വാഗൊണ്ട് ചിലപ്പോൾ എന്നെ വിഷമിപ്പിച്ചെങ്കിൽ ഞാൻ പറഞ്ഞെന്നിരിക്കും, വാഗൊണ്ട് പറഞ്ഞെന്നിരിക്കും. അല്ലാണ്ട് ഞാൻ ഒരാളെ ദ്രോഹിക്കാൻ നിൽക്കില്ല. പക്ഷെ എപ്പോഴും നമ്മളെ കടിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ പറയും, അതവിടെ കിടക്കട്ടെ, അത് പോട്ടെ, ഇതൊക്കെ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ, പറഞ്ഞു കൊടുത്തു. പിന്നെ കിടക്കുന്നുണ്ട് ലൈഫ്, നമ്മൾ കാണാൻ കിടക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാനുണ്ടല്ലോ, പണ്ട് കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ ചെറിയ തോടിൽ നമ്മൾ കളിക്കുകയാണ്. അപ്പോൾ വീക്കിൽ ഒരു ദിവസം എനിക്ക് പുറത്തിറങ്ങാൻ ആളെ പെർമിഷൻ തരും. അപ്പം ഞങ്ങൾ കുറേ കുട്ടികളുണ്ട്, ഞങ്ങളെല്ലാം കൂടെ ചെറിയ തോടിൽ കുളിക്കാൻ പോയി. തോടിൽ ചെന്നിട്ട് ഒരുപാട് കഥകൾ പറയും. ഫുള്ള് ഭൂതത്തിൻ്റെ കഥകളാണ് പറയുന്നത് മൊത്തം കേട്ടോ. ഇതേ ഉള്ളൂ, നമ്മൾ യക്ഷി കഥകൾ മാത്രമേ കേൾക്കാനുള്ളൂ. ഈ വീട്ടുകാർ പണ്ടേ നമ്മളെ പറഞ്ഞ് ഈ പ്രേതം പറഞ്ഞ് പേടിപ്പിക്കലുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാണ്ട് ഈ പ്രേതത്തിൻ്റെ കഥയേ ഉള്ളൂ എപ്പോഴും. അപ്പോൾ തോട്ടിൽ ആ സമയത്ത് ഭയങ്കര മഴവെള്ളം വന്നു. അപ്പോൾ വലിയ കെട്ടുകണക്കിന് ബൾക്കായിട്ട് ഇങ്ങനെ ഇന്നർ ഒഴുകി വരുന്നുണ്ടാ, ബൾക്കായിട്ട് കെട്ടി ഇങ്ങനെ ഒഴുകി വന്നു. അപ്പം നമ്മൾ നോക്കുമ്പോണ്ട് നല്ല അടിപൊളി ഇന്നർ. ഇങ്ങനെ നമ്മൾ അയ്യോ പ്രേതത്തിൻ്റെ ഇന്നർ നമ്മളിങ്ങനെ തള്ളി ഒഴുകി വിടുകയായി വന്നത്. നമ്മളിന്നിട്ട് രാത്രി പറഞ്ഞുകൊണ്ട് വരിക, അയ്യോ പ്രേതത്തിൻ്റെ ഷഡ്ഡി, ദൈവമേ നമ്മളിനി എങ്ങനെ അവിടെ കുളിക്കാൻ പോകും, അപ്പം പ്രേതം ഊരി വെച്ച് ഷഡ്ഡി എന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്നും വീട്ടിൽ പറയുന്നില്ല, പേടിച്ചിട്ട് പറയണ്ട, നമ്മളെനി ചിലപ്പോൾ വീട്ടിലെങ്കിൽ ഇതൊന്നും നമ്മൾ അവരോട് പറയുന്നില്ല. പ്രേതത്തിൻ്റെ ഷഡ്ഡി ഉറപ്പിച്ച്. അതുപോലെ തന്നെ ഈ ബോൺസ് ഒക്കെ കിട്ടും കേട്ടാ. അപ്പോൾ അത് പ്രേതം ആരെയോ തിന്നിട്ടിട്ട എല്ല്. ഇതും പറയൂല വീട്ടില്. നമ്മളെ വിട്ടില്ലെങ്കിലോ പ്രേതം ഉള്ളതുകൊണ്ട് ഇതും പറയൂല. കിട്ടുന്ന ആഴ്ചയിൽ ഒരു ദിവസം വിടുന്നത്. എന്നെയൊക്കെ കാല് പിടിച്ചിട്ടാണ് വിടുന്നത് കേട്ടോ. അപ്പോൾ അമ്മയൊന്നും എന്നെ വിടില്ല അങ്ങനെ. പിന്നെ ഒരു ദിവസം ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ തലകീഴായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. ഓരോരുത്തരെ കൊണ്ട് പറ്റുന്ന പെർഫോമൻസ് ഒക്കെ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തല ഇങ്ങനെ വെള്ളത്തിനകത്തും കാല് മുകളിലേക്കും വെക്കുക. ഇതുങ്ങളെല്ലാം ഭയങ്കര കയ്യടി. ഞാൻ തിരിച്ചു വരാൻ പറ്റാണ്ട് ഞങ്ങളത് പടക്കുക. ചെറുതല്ലേ, ഒരു 6-7 വയസ്സ് വരുമായിരിക്കും. എന്നിട്ട് ഞാൻ കിടന്ന് പടക്കി പണ്ടാരക്കാലങ്ങൾ എന്നെ രക്ഷിക്കുന്നുമില്ല. അവസാനം എന്നെന്താക്കി, പിന്നെ ഒരാൾ വന്ന് കാലൊറ്റ തട്ട്, അല്ലെങ്കിൽ ഞാൻ ചത്തേനവിടെ കിടന്നിട്ട്. അതങ്ങനെ ഒരിത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, ഈ ഓണത്തിന് നമുക്ക് പെർമിഷൻ തരുന്നത്, ഓണത്തിന് പെർമിഷൻ തരുന്നത് നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരമൊക്കെ നടന്നോ നിങ്ങളെന്ന് പറയും, എൻജോയ് ചെയ്തോന്ന് പറയും. അപ്പം നമ്മളെന്താക്കും, നമ്മളിങ്ങനെ ഓടും. നമ്മളിങ്ങനെ ഓടി കളിച്ച് ഒരേ റൂട്ടേ ഓടുള്ളൂ കേട്ടോ, തിരിച്ചു വരാൻ സ്ഥലം അറിയണ്ടേ. അതുകൊണ്ട് ഒരേ റൂട്ട് ഇങ്ങനെ കുറേ ദൂരം ഓടും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് നമ്മളിങ്ങനെ ഒരേ ദൂരം ഇങ്ങനെ നടന്ന് പോയിട്ട് തിരിച്ചിങ്ങനെ വരുമ്പോൾ പേടിയാണ്. വീടെത്തിയ സ്ഥലമെത്തിയ നമ്മൾ കുറേ പേരുണ്ടാവും, 10-15 പേരുണ്ടാവും. ഞങ്ങളിങ്ങനെ പോയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വരും. നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നോ? നമുക്കൊന്നും സ്ഥലങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഒരു 1/2 കിലോമീറ്ററിനപ്പുറം അറിയേയില്ല. പിന്നെ അടുത്ത വീടുകളിലൊന്നും പോയിട്ടേ ഇല്ല. ആരുടെയും അടുക്കള റൂമുകൾ ഇങ്ങനെയൊന്നും വിടില്ലായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. ആരുടെയും വീടുകളിൽ വിടില്ല. ഞങ്ങളെ വീട്ടിൽ നിന്ന് ആരും പോലും ഇല്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പാരൻസ് കേട്ടോ. നമ്മുടെ അവിടെ ആരും വീട്ടിനകത്ത് വരുന്ന കുറവ് എന്നു പറയാം. ആരും വീട്ടിനകത്ത് അങ്ങനെ ആരുമില്ല. വന്നാലും ഹാളിലൊക്കെ ഇരിക്കലേ ഉള്ളൂ. ബന്ധുക്കൾ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഒരുപാട് പേരുണ്ട്, അമ്മയൊക്കെ കസിൻസും ഒക്കെ ഒരുപാട് പേരുണ്ട്. ബന്ധുക്കൾ അങ്ങനെയല്ല, നമ്മളെല്ലാം ഭയങ്കര ഇതാണ്. നമ്മുടെ ഫാമിലിയിലെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ക്ലോസ്ഡ് ആണ്. തമ്മിൽ എത്ര പിണക്കം ഉണ്ടെങ്കിലും പുറത്തുനിന്ന് ഒരാളെ നമ്മളിതിൻ്റെ ഇടയിൽ അടുപ്പിക്കില്ല. ഇപ്പോഴൊക്കെ പിന്നെയും ചെറിയ പുറത്തൊക്കെ പറയുന്നതൊക്കെ, പണ്ടങ്ങനെയല്ലായിരുന്നു.
നമ്മുടെ കുടുംബത്തിലൊരു വഴക്കുണ്ടെങ്കിൽ പുറത്തൊരാൾ അറിയില്ല, അവരതായിരുന്നു. പിന്നെ നമ്മുടെ മക്കൾ തമ്മിൽ പിണങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അമ്മമാരോട് പറയില്ല, ഞങ്ങൾ അതുപോലെ പറയുകയും ചെയ്യും. ഞങ്ങളുടെ പിണക്കം നിങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തമ്മിലുള്ള പിണക്കം നമ്മളും ഏറ്റെടുക്കില്ല. നിങ്ങൾ തമ്മിലുള്ള പിണക്കത്തിനിടയ്ക്ക് അവർ ഒരാഴ്ച കഴിയുമ്പോൾ മിണ്ടും, പിന്നെ നമ്മൾ പിണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളും അതുപോലെ തന്നെ പിണങ്ങി കഴിഞ്ഞാൽ നമ്മൾ വേഗം മിണ്ടും. അങ്ങനെ വലിയ പിണക്കങ്ങളും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഇനി അവരൊക്കെ വേഗം മിണ്ടും. ഈ പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാനേ ഉള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ ഇങ്ങനെ ഞാൻ പിണങ്ങില്ല, പക്ഷെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കാറ് പണ്ടേയുള്ള സുഖേടാ. ഞാൻ പറഞ്ഞില്ല അങ്ങനെ അങ്ങനെയൊന്നും വരില്ല, പക്ഷേങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ മിണ്ടൂല. എൻ്റെ ഒരു സിസ്റ്ററുണ്ട്, കസിന, അവൾ ചെറുപ്പത്തിലേ അതെ പിണങ്ങി കഴിഞ്ഞാൽ വല്ലാണ്ട് പറയും. ജന്മം മിണ്ടാൻ പോകുന്നില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ബഗ് ചെയ്ത് നടക്കും. എന്നോട് മിണ്ടോ പ്ലീസ് പ്ലീസ് പ്ലീസ്. മിണ്ടിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ പരിപാടി, വല്ലാണ്ട് വേദനിപ്പിക്കും. അവളെ ആർക്കും ഇഷ്ടമല്ല പൊതുവെ അങ്ങനെ തന്നെ. എന്നിട്ട് ഇത് തന്നെ സുഖേട്, വീണ്ടും എഗെയിൻ ഇത് തന്നെ അവളെ സ്വഭാവം. പിന്നെ എന്താ പിന്നെ ബോംബെയിലൊക്കെ വെച്ചിട്ട്, ബോംബെയിലൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒക്കെ ഫുള്ള് ഫ്ലാറ്റുകളൊക്കെ ആയിട്ടുണ്ടാവും. അന്നൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു വെച്ചിരിക്കുമെന്ന് അറിയില്ല. അവിടെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വീടുകളിൽ ബാത്റൂം ഉണ്ടെങ്കിലും ഇവരെല്ലാം വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിൽ വെള്ളം കൊണ്ട് ടോയ്ലറ്റിൽ പോകുന്നത് ഇങ്ങനെ കുറേ പറമ്പുകൾ ഇങ്ങനെ ഒഴിഞ്ഞതിനായിട്ട് ഇട്ടിട്ടുണ്ട്, അവിടേക്ക് പോകും. നമ്മൾ കുട്ടികൾ വൈകുന്നേരം അങ്ങോട്ടൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലൊക്കെ നമ്മൾ കളിക്കാൻ പോകും. അപ്പോൾ ഞങ്ങളെപ്പോൾ പോയാലും ഉണ്ടല്ലോ വലിയ പാമ്പ്, ആനക്കൊണ്ടയാണോ എന്ന് എനിക്കറിയില്ല, രാജവെമ്പാലയൊന്നും അല്ല, കറുത്തിട്ട് വലുതെന്ന് വെച്ചാൽ വലുത്. ഇപ്പോഴാണ് ഞാൻ ടി വിയിലാണ് കാണുന്ന ആനക്കൊണ്ടേനൊക്കെ, സെയിം അത് തന്നെ. അത് എന്നിട്ടൊരു കുഴിയുണ്ട്, ആ കുഴിക്കകത്ത് പ്രേതമുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലെത്തിയൊന്നും നോക്കൂല കേട്ടോ, പേടിച്ചിട്ട്. ഞാനെങ്ങാണ്ട് പോയിട്ട് നോക്കിയിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ പാമ്പ് പോയാലും ഞാൻ പാമ്പിനെ എപ്പോൾ കണ്ടാലും ഞാൻ ആ പാമ്പ് പോകുന്നതിൻ്റെ കൂടെ പോകും. എന്നിട്ട് ആ പാമ്പ് എവിടെ കയറിപ്പോയി എന്ന് ഞാൻ പോയി നോക്കും. അതിപ്പോഴും ഉണ്ട് ആ സുഖേട്. പാമ്പിൻ്റെ പുറകെ പോകും ഞാൻ, പാമ്പ് എന്ത് ചെയ്യാണെന്നൊക്കെ ഉള്ളത്. എന്താ പേടിയില്ലാത്തത് കാരണം എന്നറിയോ? മകയിര നക്ഷത്രക്കാരെ പാമ്പ് കടിക്കില്ല അത്രേ. പിന്നെ മകയിര നക്ഷത്രക്കാരുടെ കൂടെ എപ്പോഴും പാമ്പ് ഉണ്ടാവത്രേ, അവർക്ക് കാവലായിട്ട്, ഇങ്ങനെ പറയപ്പെടുന്നത്. എൻ്റെ നക്ഷത്രം മകയിരാണ്. അപ്പോൾ ആ ഒരൊറ്റ ധൈര്യത്തിലായിരിക്കണം പാമ്പിന് ഒരു പേടിയില്ല, പാമ്പിൻ്റെ പുറകെ നടക്കും. ഒരു സർപ്പത്തിനെ പേടിയുണ്ടോ? സർപ്പത്തിനെ കണ്ടിട്ടില്ല, സർപ്പത്തിന് പേടിയുണ്ടോയെന്ന് അറിയില്ല, കാണാത്തോണ്ടായിരിക്കും. ഇങ്ങനെ ഈ ഇവിടെയുണ്ട് നമ്മുടെ കണ്ണൂരുണ്ട് ഈ പാമ്പിനെയൊക്കെ ഒരു മ്യൂസിയം പോലെ എന്തൊരു സംഭവമുണ്ട്, പേര് മറന്നു. അവിടെ പാമ്പിൻ്റെ പല വെറൈറ്റീസും ഉണ്ട്. ഞാനിങ്ങനെ ഒരു തവണ പോയിട്ടുള്ളൂ, കുറേ നേരം സമയമൊന്നും കിട്ടിയില്ല. ഇങ്ങനെ ഇരുന്ന് ഞാൻ നോക്കിയിരുന്നു. നമ്മളെപ്പോലെ തന്നെ അവർക്കും ഓരോ ഭാഷകളും ഓരോ ഇതൊക്കെ ഉണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ലല്ലോ. നമ്മുടെ ഭാഷ ഇതേ, നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നു, എല്ലാം അവരും ചെയ്യുന്നില്ല. അവരും ഭക്ഷണം തേടുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവരുടെ ഇണകളോട് അവർ സ്നേഹിക്കുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടേതായ ലാംഗ്വേജ് അവർക്കും ഉണ്ട്. നമുക്കതിനെ കാണുമ്പോൾ പേടിയായാലും നമ്മളെ കാണുമ്പോൾ പേടി, അങ്ങനെ ആയിരിക്കണം. പട്ടികളില്ലേ, നായ്ക്കളൊക്കെ ഭയങ്കര സ്നേഹമല്ലേ, പൂച്ചകളും നായ്ക്കളും ഒക്കെ ഭയങ്കര സ്നേഹമല്ലേ വീട്ടിലുള്ളവർ. നമ്മൾ അധികാരമായിട്ടൊന്നും പഠിക്കാത്തതുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ പുറകെ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് പാമ്പിനെ അങ്ങനെ പേടിയൊന്നുമില്ല. പേടിയുള്ളത് പണ്ടാരം പട്ടീനെ മാത്രം, മനുഷ്യനൊന്നും പേടിയൊന്നുമില്ല. ഒരാണിൻ്റെ കൈ പകുതിയെങ്കിലും, എന്നെ ഒരു 2 അടി അടിച്ചാൽ, ഒരു 3 അടി അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ശക്തി എനിക്കുണ്ട്, പിടിച്ച് കൈ പിടിക്കാനുള്ള ഇത് ഗട്ട്സ് എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇപ്പം എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യും അങ്ങനെയൊന്നുമില്ല. ഒന്നെങ്കിലും കൊടുത്തിരിക്കും, എന്നെ 10 കുത്ത് കുത്തിയാൽ ഒരു കുത്തെങ്കിലും ഞാൻ തിരിച്ച് കൊടുത്തിരിക്കും, അത് ഉറപ്പുണ്ട്. പക്ഷേങ്കിൽ പട്ടിയെ മരണ പേടി എന്താണെന്നറിയില്ല. നമുക്ക് കത്തിയൊന്നും കൊണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ, അങ്ങേ ഒറ്റ വെട്ടാൻ പട്ടീനെ. ഇതിനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നമ്മളെ ഒരു കേസും വഴക്കുമായിട്ട് വരണം. മനുഷ്യൻ കൊന്നാൽ പോലും ഇത്രയും കേസില്ല. ഇതുങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ കടിച്ചാലും സാരില്ല, നമ്മളെ കടിച്ചാൽ കേസില്ല, പക്ഷെ നമ്മളെ തിരിച്ച് ചെയ്താൽ കേസാണ്. മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയല്ലേ. പിന്നെ പേ പിടിച്ചാൽ
ആ മണി പേടി വന്നത് എനിക്ക് തോന്നുന്നു കലാഭമണീൻ്റെ സിനിമ കണ്ടില്ലേ, പേടി പിടിച്ചുമ്മ കലാഭമണി ഇങ്ങനെ കാണിക്കുന്നത്, അതിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു ആ ഒരു പേടി മനസ്സിൽ കുടുങ്ങിയ പട്ടീനെ. അതുമല്ല, ചെറുപ്പത്തിൽ അടുത്ത വീഡിയോ പറയാം.